കോഴിക്കോട് മൂഴിക്കലിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. 16-കാരി നസ്രിനെയും 20-കാരൻ അദ്നാനെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകം എന്നാണ് സംശയം. വിവരങ്ങളുമായി മേഘ മാധവൻ ചേരുകയാണ്. മേഘ, എപ്പോഴാണ് സംഭവം ഉണ്ടായത്? അതായത് പൂതംകുഴിയിൽ ഹംസ, സഫിയ എന്നിവരുടെ വീട്ടിൽ താമസിക്കുന്ന റംസീനയുടെ മകളായ 16-കാരിയാണ് മരണപ്പെട്ട നിലയിൽ, അതായത് കൊലപാതകം എന്നാണ് പോലീസ് പറയുന്നത്, മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിനു പിന്നാലെയാണ് ഈ സഫയുടെ മൂത്ത മകൾ ഹസീനയുടെ മകനായ 20-കാരൻ അദ്നാനെയും ഈ വീട്ടിൽ ഈ 16-കാരി താമസിച്ചിരുന്ന ഇവരുടെ വീട്ടിലേക്ക് അദ്നാൻ എത്തുകയായിരുന്നു. സഹോദരിയുടെ മകനാണ് ഇപ്പോൾ ഈ 16-കാരിയെ കൊന്നിരിക്കുന്നത്. പോലീസ് പറയുന്ന വിവരം ഈ രീതിയിലാണ്. ഈ അദ്നാൻ എന്ന 20 വയസ്സുകാരന് ചില സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ 16-കാരിയായ സഹോദരിയുടെ മകൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനുള്ള പകയായിരിക്കാം ഒരു പക്ഷേ ഈ കൊലപാതകത്തിലേക്ക് എത്തിയത് എന്ന സംശയമാണ് പോലീസ് പറയുന്നത്. ഈ വീട്ടിൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആ വീട്ടിലാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ 2 നില ഉള്ള ഈ വീട്ടിൽ ഈ മുകളിലത്തെ ഭാഗത്തേക്കാണ്, ഈ മുകളിലത്തെ റൂമിൽ വെച്ചാണ് ഈ കൊലപാതകം നടന്നത് എന്ന് പോലീസ് പറയുന്നത്. ഈ 16-കാരിയായ പെൺകുട്ടിയും ഉമ്മയും ഉപ്പയുമാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഈ അദ്നാൻ ഇവിടെ താമസിച്ചിരുന്നു മുൻപേ. അതിനുശേഷം ഈ അദ്നാന് സ്വഭാവ ദൂഷ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നാലെ അദ്നാനോട് ഇവിടെ താമസിക്കാൻ പാടില്ല എന്ന് ഇവർ വിലക്കിയിരുന്നു. പക്ഷേ ഇന്നലെ ഒരു കള്ളത്താക്കോൽ സംഘടിപ്പിച്ച് ഇവിടേക്ക് അദ്നാൻ എത്തി എന്നതാണ് പോലീസ് പറയുന്നത്. അതിന് പിന്നാലെ ഈ മൃതദേഹം കാണുന്നത് ഈ പെൺകുട്ടിയുടെ, അതായത് 16-കാരിയായ പെൺകുട്ടിയുടെ മൃതദേഹം ഷാൾ കഴുത്തിൽ കുരുങ്ങിക്കിടക്കുന്ന നിലയിൽ ഒരു മുറിയിലായിരുന്നു. ഈ പെൺകുട്ടിയെ പെട്ടെന്ന് ഈ രീതിയിൽ കണ്ടതിന് പിന്നാലെ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്നാൻ ഈ വീട്ടിലുണ്ട് എന്ന് പോലീസ് പറയുന്നു. അദ്നാന്റെ മുൻപിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടിയെ ഒരു ആശുപത്രിയിലേക്ക് പോകുന്നത്. പക്ഷേ ആ സമയത്ത് അദ്നാനെ ഒരു മുറിയിൽ വെച്ച് ഇവർ പൂട്ടിയിടുന്നുണ്ട്. കാരണം സംശയങ്ങൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അദ്നാനെ പൂട്ടിയിടുന്നത്. ആ പൂട്ടിയിട്ടതിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് പോയത് എന്നതാണ് പോലീസ് പറയുന്നത്. എന്നാൽ അതിനുശേഷം ഈ അദ്നാനെ, അതായത് 20-കാരനായ അദ്നാനെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഉണ്ട് എന്ന് തന്നെയാണ് സംശയിക്കുന്നത്. കാരണം ഈ വീട്ടിലെ CCTV ഉൾപ്പെടെ പൂർണ്ണമായും ഓഫ് ചെയ്ത നിലയിലാണ് ഉള്ളത്. ദൃശ്യങ്ങളൊന്നും പോലീസിന് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ മുകളിലത്തെ മുറിയിലേക്കാണ് ഈ അദ്നാൻ, 20-കാരനായ അദ്നാൻ വന്നത് എന്ന് പോലീസ് പറയുന്നുണ്ട്. എപ്പോഴും എങ്ങനെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന് ഇനിയും സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ വീട്ടിൽ ആരെയും കാണുന്നില്ല. നമുക്ക് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെയും അവർക്കും കൃത്യമായ ധാരണയില്ല. ഏതായാലും 16-കാരിയായ പെൺകുട്ടിയെ മരിച്ച നിലയിൽ മുറിയിൽ കാണുന്നു. അതിന് പിന്നാലെയാണ് 20-കാരനായ അദ്നാനെ ഈ മരിച്ച നിലയിൽ തന്നെ ആത്മഹത്യ ചെയ്തതിൽ കാണുന്നത്. പോലീസ് പറയുന്നത് 16-കാരിയായ പെൺകുട്ടിയെ അദ്നാൻ കൊലപ്പെടുത്തുന്നു. അതിന് പിന്നാലെ ഈ അദ്നാൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നതാണ്. ഏതായാലും ചേവായൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടത്തുകയാണ്. അക്ഷയ്, ഈ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ലേ ഈ സംഭവം നടക്കുന്ന സമയത്ത്? നിലവിലും അവിടെ ആരെയും കാണുന്നില്ല എന്നാണല്ലേ മനസ്സിലാക്കുന്നത്? അക്ഷയ്, ആ സമയത്ത്, അതായത് ഈ മരണപ്പെട്ട 16-കാരിയുടെ ബന്ധുക്കളാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. ആ വീട്ടിലേക്കാണ് സഹോദരിയുടെ മകനായ അദ്നാൻ എത്തുന്നത്. ഏതായാലും അതിന് പിന്നാലെ, അതായത് ഈ പെൺകുട്ടിയെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടതിന് പിന്നാലെ അവരാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് ഈ അദ്നാൻ വീട്ടിലുണ്ടായിരുന്നു, 20-കാരനായ അദ്നാൻ ഈ വീട്ടിലുണ്ടായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. അതിനുശേഷമാണ് ഈ അദ്നാൻ ആത്മഹത്യ ചെയ്യുന്നത് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ അദ്നാനുമായി ബന്ധപ്പെട്ട്, അതായത് അദ്നാൻ നേരത്തെ ചില സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്നാനോട് ഈ വീട്ടിലേക്ക് ഇനി വരാൻ പാടില്ല എന്നിവർ വിലക്കിയിരുന്നു എന്ന് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതൊരു പക്ഷേ ഈ 16-കാരിയായ പെൺകുട്ടി മനസ്സിലാക്കിയിരിക്കാം. അതിൻ്റെ പകയായിരിക്കാം ഒരു പക്ഷേ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്ന സംശയമാണ് പോലീസ് പറയുന്നത്. ഏതായാലും വിശദമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ എന്താണ്, മറ്റെന്തെങ്കിലും മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നുൾപ്പെടെ ഈ ബന്ധുക്കളുടെ മൊഴിയെടുത്താൽ മാത്രമേ എന്താണ് ഈ സംഭവത്തിന് പിന്നിൽ കൊലപാതകത്തിലേക്കും അതിന് പിന്നാലെയുള്ള ആത്മഹത്യയിലേക്കും നയിച്ചത് എന്ന് കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ. ഏതായാലും പോലീസ് നിലവിൽ ചേവായൂർ പോലീസ് ഉൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ആളുകളൊക്കെ തന്നെ ഉണ്ട്. ഈ കുട്ടിയുടെ ബന്ധുക്കൾ ആരും തന്നെ നിലവിൽ ഇപ്പോൾ ഇവിടെ ഇല്ല.
ശരി, മേഘ മാധവനാണ് വിവരങ്ങൾ നൽകിയത്.